ഹായ്, ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചില വിഷയങ്ങൾ, വളരെ ആധികാരികമായ ചില വിഷയങ്ങൾ വിശ്വാസ സമൂഹവുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സമയം ലൈവിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ എൻ്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, കുമ്പനാട് സെന്ററിന്റെ PYPA മീറ്റിംഗിൽ നടന്ന വീഡിയോ, ഇന്ന് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക്, ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ചില മണിക്കൂറുകളെ പിന്നിട്ടിട്ടുള്ളൂ, അത് വളരെയധികം ഷെയർ പോവുകയും ഒരുപാട് പേരത് കാണുകയും, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 400-ലധികം കമന്റുകൾ എൻ്റെ ടൈം ലൈനിൽ മാത്രം 400-നോടും അടുത്ത കമന്റുകൾ ഇതുവരെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഈ ചർച്ചകളിൽ നിന്നും ഈ 24 മണിക്കൂറിനുള്ളിൽ അനുഭവിച്ച, ബോധ്യപ്പെട്ട ചില വസ്തുതകൾ വിശ്വാസ സമൂഹവുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ലൈവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വളരെ ഗൗരവമായി വിശ്വാസ സമൂഹം കാണേണ്ടുന്ന ഒരു സബ്ജക്റ്റാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ. അതിൽ ആദ്യമേ ഉണ്ടായ 1-2 പരാമർശങ്ങൾ, ഹലോ, നെറ്റ്വർക്കിനുള്ള ചെറിയ തകരാറ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ററപ്റ്റഡ് ആയത്, സോറി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ 1-2 അഭിപ്രായങ്ങൾ. ചിലർ പറയുന്നു ആ വീഡിയോ മുറിച്ചിട്ടതാണെന്ന്, ഇത് പബ്ലിഷ് ചെയ്തത് ഷമീർ കൊല്ലമാണെന്ന്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് പബ്ലിഷ് ചെയ്തത് ഷമീർ കൊല്ലമല്ല. എല്ലാ ദിവസത്തെയും മീറ്റിംഗിന്റെ വീഡിയോ യൂട്യൂബിൽ ആയിരങ്ങൾ കണ്ടു കഴിഞ്ഞൊരു വീഡിയോ ആണത്. എന്നാൽ യൂട്യൂബിൽ ആയിരങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ട് ഈ വിഷയം പുറത്തു വന്നില്ല? 4 മണിക്കൂർ 4.5 മണിക്കൂർ വീതമുള്ള വീഡിയോ ആയിട്ടാണ് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത്രയും സമയം കുത്തിയിരുന്ന് കാണുവാനുള്ള ഒരവസ്ഥ ചിലപ്പോൾ പലർക്കും ഉണ്ടായില്ലെന്ന് വരാം. അല്ലെങ്കിൽ കണ്ടവർ ഇന്ന് പലരും ചിന്തിക്കുന്ന പോലെ, ഒരാളിപ്പോൾ ഇതിന് മറുപടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, അതിനൊന്നും വലിയ മാറ്റം വരത്തില്ല എന്ന് കണ്ടു തഴഞ്ഞവരുമാകാം. എന്നാൽ ഇത് ആയിരങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഷമീർ കൊല്ലം ഫേസ്ബുക്കിൽ ഇട്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. 2, ഇത് മുറിച്ചിട്ടു എന്ന് പറയാൻ കാരണം, അത് മാത്രം കണ്ടാൽ പോരാ, ഫുള്ള് കാണണമെന്ന്. ഇത് മിക്കവാറും പറയുന്ന ഒരു ഡയലോഗാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ള പ്രോഗ്രാമുകളെല്ലാം നല്ലതായിരുന്നിരിക്കാം, സമ്മതിക്കുന്നു. എന്താ വേദപുസ്തകം പറയുന്നത്? ചത്ത ഈച്ച തൈലം മുഴുവൻ നാറുമാറാക്കുന്നു എന്നാണ്. ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം കലക്കിയിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്തു. അവർ കുടിച്ചു കഴിയുമ്പോൾ, ഞാൻ ഒരു തുള്ളി വിഷമല്ലേ ചേർത്തുള്ളൂ, ബാക്കി മുഴുവൻ പാലല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ബാലിശമായ വാക്കുകളാണത്. ഇനിയും കഴിഞ്ഞ ഒരു വാട്സാപ്പ് IPCയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിന്റെ നേതൃത്വത്തിൽ നിന്ന് നടത്തിയ ഒരു കക്ഷി പറഞ്ഞ വാക്കുകളാണ് ഈ ലൈവിൽ വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇനിയും നടത്തും, അടുത്ത വർഷവും അവരെ തന്നെ വിളിച്ചിട്ടുണ്ട്, ഇനിയും നടത്തുമെന്ന് വാശി കാണിക്കുകയാണ്. ഇവരുടെ ആരുടെയെങ്കിലും കുടുംബത്തിലെ സ്വത്ത് കൊണ്ടിട്ടാണോ ഇത് നടത്തണേ? IPC എന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഓരോ മെമ്പർക്കും, ഓരോ വിശ്വാസിക്കും അവരവരുടെ ലോക്കൽ സഭയിൽ കൊടുക്കുന്ന സ്തോത്രകാഴ്ചയുടെയും ദശാംശത്തിന്റെയും കാര്യത്തിൽ പോലും ഈ പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ളവരാണ്. ആരുടെയും കുടുംബത്തിൽ നിന്നെടുത്തല്ല ഇത് നടത്തുന്നത്. ഇനി നടത്തിയത് പോട്ടെ, അടുത്ത ഒരു തലമുറയെ ലോകത്തോട് ചേർക്കുവാനാണോ ഇങ്ങനെയുള്ള യോഗങ്ങളുടെ ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തോട് ചേർക്കുക.
ലോകപ്രകാരമുള്ള സിനിമാറ്റിക് ഡാൻസുകളും മറ്റുവിധമാകുന്ന കൂത്തുകളുമൊന്നും വേർപെട്ട ദൈവമക്കളുടെ തലമുറയ്ക്ക് കിട്ടാതെ വരുമ്പോൾ അതിന്റെ ഒരു കുറവ് പരിഹരിക്കാനെന്ന വണ്ണം മറ്റു DJ ഡാൻസുകളുടെയും മറ്റു ലോകപ്രകാരം കാണിക്കുന്ന പേക്കൂത്തുകളുടെയും മുഴുവൻ റിതം മാത്രം കടമെടുത്തിട്ട് അതിനകത്തെ വരികൾ മാത്രം യേശുവും സ്വർഗവും ദൈവരാജ്യവും സങ്കീർത്തനവും കൂടെ ചേർത്താൽ മതിയെങ്കിൽ പിന്നെ എന്തെളുപ്പമായി? കുറച്ച് വരികൾ, കർത്താവിന് ഇഷ്ടമുള്ള വരികൾ മാത്രം ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുന്ന 5-6 വരി ചേർത്തിട്ട് ബാക്കിയെല്ലാം സിനിമാറ്റിക് പോലെ ആടാമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമുദായവും സമൂഹവും ഒക്കെ വിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം? ഇന്ന് നിലനിൽക്കുന്ന ഒരു പെന്തക്കോസ്തു സമൂഹം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ വേർപെട്ട സമൂഹം നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ പിതാക്കന്മാര് ഇറങ്ങി വന്നതും അവർ വിശ്വസിച്ചതും അവരനുഷ്ഠിച്ചതുമായ പ്രമാണങ്ങളിലും വേദപുസ്തകത്തിൻ്റെതായ ചിന്തകളിലും അവരല്പം കടുംപിടുത്തവും നിർബന്ധ ബുദ്ധിയും കർക്കശമായ ചില മനോഭാവങ്ങളും വേർപാടും ഒക്കെ കാണിച്ചതുകൊണ്ടല്ലേ ഇന്ന് ഈ തലമുറ ഇതൊക്കെ ചെയ്യുവാനും കാണിക്കുവാനും ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അവരും ഇതുപോലെയൊക്കെ തുള്ളിയിരുന്നെങ്കിൽ ഇന്ന് വേർപെട്ടൊരു സമൂഹം എന്ന് പറയാനുള്ളൊരു നിലവാരത്തിൽ പോലും ഒരു തലമുറ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ഞങ്ങൾ നടത്തുമെന്ന് വാശി കാണിക്കുമ്പോൾ സംഘാടകരെ നന്നാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അവരിനിയും നടത്തുമെന്ന് വാശി കാണിക്കുമ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളോടാണ്. അവർ നടത്തിക്കോട്ടെ, അവരെന്തും നടത്തിക്കോട്ടെ. പക്ഷേ നാളെ തലമുറകൾക്ക് വേണ്ടി കരയാതിരിക്കാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കുകയും നിലവിളിക്കുകയും കണ്ണുനീരൊഴിക്കുകയും ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള ഈ വഷളത്വത്തിന് നിങ്ങൾ വിടരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ വഷളത്വം നിറഞ്ഞ ഈ മ്ലേച്ഛകരമായ പ്രവൃത്തിക്ക് നിങ്ങൾ വിടരുത്. പാടിയ വ്യക്തിയെ എനിക്കറിയില്ല, അദ്ദേഹത്തെ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊരു വൈരാഗ്യവുമില്ല, ഒരു പിണക്കവുമില്ല. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള കഴിവ് അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് ഉപയോഗിച്ചോട്ടെ. ഞാൻ പലപ്പോഴും പല വേദിയിലും സ്റ്റീഫൻ ദേവസിയെ കുറിച്ച് കൊണ്ടുവന്ന് കൺവെൻഷനിൽ പാടിക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്ന ഒരു പദവിതാണ്, കേരളത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു കലാകാരനില്ലെന്ന് തന്നെ സമ്മതിക്കാം 100 വട്ടം. പക്ഷേ ആത്മീയ വേദികളിൽ ഇങ്ങനെയുള്ളവരെ കയറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അത് വ്യക്തിവൈരാഗ്യമല്ല. കോട്ടയത്ത് ഇതുപോലുള്ള മത്താപ്പും കമ്പിത്തിരിയും കീബോർഡിന്റെ അറ്റത്ത് കൊണ്ടുവച്ച് കത്തിച്ച് മത്താപ്പ് കത്തിച്ച് പൊട്ടിയിട്ട് തകട 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 എന്നും പറഞ്ഞ് ചെണ്ടയിട്ടടിക്കുമ്പോൾ അത് കേട്ട് ആത്മാവിലാകുന്ന പാർശ്വം വിശ്വാസികളും പുറപ്പാടിലെ കാളക്കുട്ടിയുടെ മുമ്പിൽ തുള്ളിയ ജനക്കൂട്ടത്തെ മാത്രമേ സ്മരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവരെ മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അല്ലാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയൊന്നും അതിനെ പറയാൻ കഴിയുകയില്ല. പിന്നെ ഇതിനെ വിദേശത്തുള്ള ചില ആൾക്കാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പല ലൈവും വീഡിയോ ഒക്കെ ഇറക്കുന്ന കണ്ടു. എന്റെ പ്രിയ സുഹൃത്തെ, വിദേശത്തിരിക്കുന്നവരെല്ലാം കാണിക്കുന്നത് ഇവിടുത്തെ തലമുറകളെ പഠിപ്പിക്കാൻ പോയാൽ അതിന്റെ അവസാനമില്ലാതെ വരും. വിദേശത്തെ കൾച്ചറുകളെല്ലാം ഇവിടുത്തെ നാട്ടിലെ തലമുറകളെ നിങ്ങൾ വിദേശത്ത് ചെയ്യുന്നുണ്ട്, ചെയ്തോ. വിദേശത്ത് ശരിയാണ്, ഞാൻ വിദേശത്ത് പോയ ആളാണ്. അവിടെയുള്ള അവരുടെ സംസ്കാരവും അവരുടേതായ കൾച്ചറും വെച്ചിട്ട് ചിലപ്പോൾ അവരാണും പെണ്ണും ഒക്കെ പ്രായം മറന്നും അവർ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യും, ഒന്ന് കൈ കൊടുക്കും, ചിലപ്പോൾ ഒന്ന് ആലിംഗനം ചെയ്തെന്നിരിക്കും. ആ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന് ഇനി മുതൽ വിശുദ്ധ ചുംബനം ചെയ്യാൻ പറയുമ്പോൾ ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ നാശത്തിൽ ചെന്ന് കലാശിക്കുമെന്ന് മനസ്സിലാക്കണം. വിദേശത്തെ അവരുടെ ക്ലൈമറ്റിനും അവരുടെ കാലാവസ്ഥ നിലവാരത്തിനും അനുസരിച്ച് പല ഡ്രസ്സുകൾ അവർ ധരിക്കാറുണ്ട്. കേരളത്തിലെ വേർപെട്ട ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ അരയുമുറയും ഇവിടെ ഫുള്ള് എടുത്തുകൊണ്ട് നടന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അരമുറിയൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ നടന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞാൽ നാളെ വലിയ നിലവിളിയും വലിയ വിലയും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വിദേശത്തിരിക്കുന്നവർ ഇതിനെയൊന്നും ന്യായീകരിച്ചു കൊണ്ട് വന്നിട്ട് കാര്യമില്ല. ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ പഥ്യോപദേശത്തിൽ വളരണം. എല്ലാവരും വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ അവരെല്ലാം പഠിച്ച് തികഞ്ഞവരായിട്ട് വരണമെന്ന വാദമൊന്നും എനിക്കില്ല. പകരം വേദപുസ്തകം പറയുന്ന ഒരു വാക്യമുണ്ട്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ശിശുവാണ്, രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും കുഞ്ഞാണ്. ആ കുഞ്ഞ് ക്രിസ്തു എന്ന തലയോളം വചനത്തിൽ വളരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു അറിവില്ലാത്ത ഒരു പുതിയ വിശ്വാസി ചെയ്താൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം, നമുക്ക് ബുദ്ധി ഉപദേശിക്കാം. എന്നാൽ അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നാം മറക്കരുത്. നേതൃസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ അവർക്ക് അറിവില്ലായ്മയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞ് കൈക്കുഞ്ഞ്
അപ്പൻ എടുത്തു വെച്ച് കൊഞ്ചിക്കുമ്പോൾ, ലാളിക്കുമ്പോൾ ആ കുഞ്ഞ് അപ്പന്റെ കവളത്തൊരു അടി കൊടുത്താൽ അപ്പനത് ഇഷ്ടമാണ്. കുഞ്ഞല്ലേ, ഒന്നുകൂടെ കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ അതിനെ ഒന്ന് ഇളക്കുന്ന ഒരു മനോഭാവം ഉണ്ട് നമുക്ക്. എന്നാൽ 18 വയസ്സാകുമ്പോൾ ആ കുഞ്ഞ് അപ്പന്റെ കവളിലിട്ട് അടി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അറിവുള്ളവൻ ചെയ്യുമ്പോൾ അത് പോട്ടെ, കുസൃതി അല്ലേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും അപ്പൻ തള്ളിക്കളയാറുണ്ടോ? അതോ വേദനിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അറിവുള്ളവരാണ് ഇത് ചെയ്യുന്നത് എന്നിരിക്കെ സ്വർഗത്തിലെ ദൈവത്തിനത് വേദന തന്നെയാണ്. അറിവില്ലാത്ത ഒരു ബലഹീന വിശ്വാസി ചെയ്യുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയല്ല. വാശിക്ക് പിന്നെയും ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് അവർ നടത്തുന്നത്. അത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനിയും മറ്റൊരു ദൈവദാസൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ, ആ കുഞ്ഞ് പഠിക്കുന്ന 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കുഞ്ഞ് യൂത്ത് ഫെസ്റ്റിവലിന് അവിടെ പ്രോഗ്രാമിന് ഡാൻസ് കളിക്കാൻ ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞ അപ്പനോട്, അപ്പൻ പാസ്റ്ററാണ്, അപ്പൻ പറഞ്ഞു, മോളെ നമുക്കത് പറ്റത്തില്ലല്ലോ, നമ്മള് പപ്പ പാസ്റ്ററല്ലേ, മക്കൾക്കത് പറ്റത്തില്ല, അങ്ങനെ ഡാൻസ് കളിച്ചുകൂടാ, അങ്ങനെ വേഷം കെട്ടിയൊന്നും പാടിക്കൂടാന്ന് കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അപ്പനോട് ചോദിച്ചെന്ന്, അങ്ങനെയാണെങ്കിൽ VBSന് നമ്മള് സാത്താന്റെ വേഷം കെട്ടിയിട്ട് ഉണ്ടക്കണ്ണം സാത്താനെന്നും പറഞ്ഞ് പിശാചിന്റെ വേഷം കെട്ടുന്നതിന് കുഴപ്പമില്ലയോന്ന്. ആ പാസ്റ്റർ വാക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. സമാനമായ ഒരു അനുഭവം എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്റെ മക്കളും ചോദിച്ചിട്ടുണ്ട്, ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെ വേഷം കെട്ടുന്നതിൽ കുഴപ്പമില്ലയോന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിട്ട് പോയ അന്ത്യകൽപ്പന എന്ന് പറയുന്നത്. നമ്മൾ സുവിശേഷം അറിയിച്ചാൽ മതി. ആ സുവിശേഷം വിശ്വസിക്കേണ്ടതിന് അത് കേൾക്കുന്ന വ്യക്തിയിൽ ഒരു പ്രവൃത്തി അനിവാര്യമാണെങ്കിൽ ആ പ്രവൃത്തി ദൈവം ചെയ്യും. ദൈവം ചെയ്യട്ടെ. ആ സുവിശേഷം ഇവൻ വിശ്വസിക്കേണ്ടതിന് ഒരു പ്രവൃത്തി അവിടെ നടന്നേ ഒക്കൂ എങ്കിൽ അത് മറ്റാരേക്കാളും നല്ലപോലെ അറിയാവുന്ന മഹാദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ഈ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ അവനൊരു അത്ഭുതം ആവശ്യമാണെന്ന് കണ്ടാൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചോട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ പ്രസംഗിച്ച വചനത്തെയല്ലേ അത്ഭുതം കൊണ്ടും അടയാളം കൊണ്ടും ദൈവം ഉറപ്പിച്ചത്. ഇത് കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കേണ്ട ഗതികേട് യേശുക്രിസ്തുവിനുണ്ടായിരുന്നോ? പിശാച് യേശുക്രിസ്തുവിനോട് വെല്ലുവിളിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാക്ക്, മിറക്കിളാണ്. താഴോട്ട് ചാടൊന്നും പറ്റത്തില്ല, മിറക്കിളാണ്. താഴോട്ട് ചാടിയിട്ട് ഒരുത്തിനൊന്നും പറ്റാതെ വന്ന് നിൽക്കുകയാണെങ്കിൽ മിറക്കിളാണ്, ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞു. യേശു ഇതൊന്നും ചെയ്ത് ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ പോയില്ല. നമ്മളെ കർത്താവ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം സുവിശേഷം അറിയിക്കുക. ആ സുവിശേഷം അറിയിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പരിവർത്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ദൈവമാണ്. പക്ഷെ നമ്മളോട് പറയാൻ പറഞ്ഞ ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ പറഞ്ഞേ പറ്റൂ. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ആകുന്ന പോലെ അത് ചെയ്യുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് പറയാം. സുവിശേഷം അറിയിക്കുന്നുണ്ട് ആവുന്ന നിലയിൽ, തെരുവുകളിൽ അറിയാവുന്നവരോട് ഏത് സ്ഥലത്തും പറയുന്നുണ്ട്. പറയുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ VBS എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. വചനം പഠിപ്പിക്കുകയല്ല ഇന്ന് അനേക VBSകളിൽ നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ പിള്ളേർ ഓടാനും ചാടാനും കൂത്ത് കളിക്കാനും. അതിന് പറയുന്ന ന്യായീകരണം, ജാതികളുടെ കുഞ്ഞുങ്ങൾ അവിടെ വരുന്നുണ്ട്, അവർക്കൊരു എന്റർടൈൻമെന്റ് നടത്തുന്നതെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജാതികളുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ എന്റർടൈൻമെന്റ് നടത്തിയിട്ട് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പ്രമാണമുണ്ടോ? രക്ഷ കുറഞ്ഞ പക്ഷം യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും വായ കൊണ്ട് ഏറ്റുപറയാനോ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനോ പോലും പക്വതയില്ലാത്ത കുഞ്ഞുങ്ങളെടുത്ത് അവർക്ക് രക്ഷ ഏറ്റുപറയാൻ പോലും കഴിയാതിരിക്കെ ഇവരെ ഈ എന്റർടൈൻമെന്റ് നടത്തി എങ്ങനെ വിശ്വാസത്തിൽ കൊണ്ടുവരുമെന്നാണ് ഈ പറയുന്നത്? ഇതിനെവിടെയാണ് വേദപുസ്തകത്തിന് അടിസ്ഥാനം? കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കട്ടെ. ഈ അന്ത്യകാലത്ത് ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ അവരെ പഥ്യോപദേശത്തിൽ വളർത്തട്ടെ. കുഞ്ഞുങ്ങൾ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുകയും ദൈവവചനപ്രകാരം അവരെ ശരിയായ നിലയിൽ വളർത്തുകയും ചെയ്യേണ്ട ഈ ദൈവസഭയുടെ നേതൃത്വം കുഞ്ഞുങ്ങൾ നടക്കുന്ന രീതിയിൽ വചനത്തെ അഴിച്ചുവിടുകയാണോ ചെയ്യേണ്ടത്? അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ നടത്തുകയാണോ ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ മനസ്സിലായത് ലക്ഷങ്ങളുടെ ചെലവാണ് ഇതിനൊക്കെ നടത്തുന്നതെന്ന്. പേര് കേട്ടവരെ, അഡ്രസ് ഉള്ളവരെയൊക്കെ വിദേശ നാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ ആഹാ കൂഹു എന്നൊക്കെ വിളിച്ച് കൂകി വിളിക്കുകയും ഗോഷ്ഠി കാണിക്കുകയും ചെയ്യുന്നതിന് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കുമ്പോൾ ഈ വീഡിയോയിലൂടെ എന്നെ കാണുന്ന ദൈവസഭയുടെ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരും, അപ്പോൾ തന്നെ ഈ ദൈവസഭയുടെയൊക്കെ നിലനിൽപ്പെന്ന് പറയുന്നത് വിദേശത്തിരുന്ന് അനേകർ കഷ്ടപ്പെടുകയും അനേകർ അയച്ചു കൊടുക്കുന്ന നന്മയുടെയും ഒക്കെ ഫലമാണ് ഇവിടെ ദൈവസഭകളുടെ പലരുടെയും ഭൗതികമായ നിലനിൽപ്പ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമായിരിക്കെ ഞാൻ എന്നെ കാണുന്നവരോട് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കേണ്ട അനേക യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ കേരളക്കരയിൽ അനേക ലോക്കൽ സഭകളിൽ ഇന്നും മഴ പെയ്താൽ വെള്ളം വീഴാതെ ആരാധിക്കാവുന്ന നിലയിൽ ഒരു മേൽക്കൂര പോലും ഇല്ലാതിരിക്കുന്ന അനേക സഭകളുണ്ട്. ഒന്ന്. അതുപോലെ തന്നെ അനേക ദൈവദാസന്മാര് പാസണേജ് ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അനേക ദൈവദാസന്മാർക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്.
അനേകം ലോക്കൽ സഭകളിൽ 38 മുതൽ 45 വയസ്സ് വരെയുള്ള 38, 39, 40, 41, 42 വയസ്സ് വരെയുള്ള പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ സാമ്പത്തികമില്ല എന്ന ഒറ്റ കാരണത്താൽ വിവാഹം നടക്കാതെ ഇന്നും അവരുടെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ പരിഹാസം സഹിച്ച് എന്തിനാ നീയൊക്കെ പെന്തിക്കോസി തുള്ളാൻ ഇറങ്ങിയ പെങ്കൊച്ചിനെ വെച്ചോണ്ട് നിൽക്കുക കെട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞ് കാഷ്യൂ ഫാക്ടറി പോകുന്നവരും തൊഴിലുറപ്പിന് പോകുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരും ലോക്കൽ സഭകളിലുണ്ട്. എന്നിട്ടും അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. അപ്പോഴാണ് ഞായറാഴ്ച കത്ത് വായിക്കുന്നത്, സെൻട്രൽ ബിൽഡിംഗ് കെട്ടാൻ സഭയായി ഇത്ര രൂപ അവിടെ എത്തിക്കണം. ഈ പറയുന്ന കാഷ്യൂ ഫാക്ടറി പോകുന്നവർ എന്ത് ചെയ്യും? അതിലൊരു പങ്ക് വഹിച്ച് സഭയെ കൊടുത്തിട്ട് അതും എവിടെ എത്തിക്കും? സെൻട്രലിൽ എത്തിക്കും. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ വിവാഹപ്രായമായി ഇന്നും സഭയിൽ നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നുള്ളത് പോലും പിരിച്ചവിടെ കൊണ്ടുവരും. എന്നിട്ട് ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവന്മാര് വർഷാവർഷം ശബരിമലയ്ക്ക് പോകുന്ന പോലെ കെട്ടും കെട്ടി എല്ലാ വർഷവും ഇറങ്ങും തണുപ്പത്ത് പ്രോജക്റ്റുമായി പിരിവിന്. ഇതൊക്കെ എവിടെ പോകുന്നു? എന്ത് ചെയ്യുന്നു? ഒരു സർവേ എടുക്കണം. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ലോക്കൽ സഭകൾ എത്രയുണ്ടെന്നൊരു സർവേ എടുക്കണം. ആ സർവേ എടുത്തിട്ട് ഈ പറയുന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയണം. അതൊക്കെയല്ലേ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങളിൽ ചെറിയ ഒരുത്തിന് ചെയ്യാത്തിടത്തോളം നിങ്ങൾ എനിക്കാ ചെയ്യാഞ്ഞെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വർഷാവർഷം ലക്ഷങ്ങൾ മുടക്കിയിട്ട് കുമ്പനാട് മഹാമഹം നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ അമൃതാനന്ദമയും ശ്രീ രവിശങ്കരനെയും പോലെയുള്ളവർ പോലും പൊതുജനത്തെ കാണിക്കാനെങ്കിലും ആയിക്കോട്ടെന്നേ ഒരു 10 സമൂഹ വിവാഹം അവർ നടത്തുമ്പോൾ വേർപെട്ടെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ, ഈ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ തലത്തിൽ ഇരിക്കുന്നവർ കുറഞ്ഞ പക്ഷം സ്വന്തം സംഘടനയിൽപ്പെട്ടവർ മതിയെന്നേ, ഷാരോനെ ഏജ് ഒന്നും എടുക്കണ്ട, സ്വന്തം സംഘടനയിൽപ്പെട്ട ലോക്കൽ സഭയിലെങ്കിലും ഒരു 5 കുഞ്ഞുങ്ങളെ ആ പബ്ലിക് സ്റ്റേജിൽ നിർത്തി പബ്ലിക്കായി ആ 5 കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്താൽ നാളെ കേരളക്കരയിൽ ഇറങ്ങി അന്തസ്സായിട്ട് സുവിശേഷം പറഞ്ഞുകൂടെ? തല ഉയർത്തി നിന്ന് സുവിശേഷം പറഞ്ഞുകൂടെ? പകരം ഇറങ്ങി നിൽക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്, നിങ്ങളുടെ വോട്ടെണ്ണാൻ കോടതി അനുവദിച്ചോ? കോടതി എന്തായി അനുവാദം തന്നോ? അപ്പൊ നമ്മുടെ വോട്ടെണ്ണണമെങ്കിൽ അതുപോലും തീരുമാനിക്കുന്ന കോടതിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇത്രത്തോളം തരം താണ നിലയിലേക്ക് ഈ ദൈവസഭകൾ മാറാൻ പാടില്ല. ഇനി നേതൃത്വത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചത്ത ശവങ്ങളായി ജഡീകന്മാരായി യാതൊരു തരത്തിലുള്ള പ്രതികരണശേഷിയും ഇല്ലാതെ സ്വന്തം പള്ള വീർപ്പിക്കുന്ന നിലവാരത്തിലേക്ക് ഇവർ മാറിപ്പോകുമ്പോൾ ഇതിന്റെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് വിശ്വാസ സമൂഹം പ്രതികരിച്ചേ മതിയാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എത്രയോ ദൈവസഭകളിൽ ഇന്നും കണ്ണുനീരോടെ ഇരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നിങ്ങൾ ദൈവദാസന്മാരോട് ഷമീർ ഭാഷ പറഞ്ഞ് ശരിയാണോ എന്ന് ലോക്കൽ സഭയിലെ ദൈവദാസന്മാരോട് ചോദിക്കുക. ദൈവദാസന്മാർ പറയും കൃത്യമായ. അതുപോലെ തന്നെ ഓരോ ദൈവദാസന്മാരും ഒരു സഭയിലിരുന്ന് കഷ്ടപ്പെട്ട് അവരെങ്ങനെയെങ്കിലും ഒരു ഹാള് പണിത് ആ ഹാളിന്റെ സമർപ്പണ ശുശ്രൂഷ കഴിഞ്ഞാൽ ആ ദൈവദാസനെ അവിടുന്ന് സ്ഥലം മാറ്റും. അവിടുന്ന് സ്ഥലം മാറ്റിയിട്ട് ആളില്ലാത്ത 10 പേരുള്ള ഒരു സഭയിലോട്ട് കൊടുത്തുവിടും. എന്നിട്ട് മൂത്ത റവകളെ ഈ വലിയ ബിൽഡിംഗ് കെട്ടിയെടുത്തോട്ട് അങ്ങോട്ട് വിടും. ഇവർ അധ്വാനിക്കുകയും മേലനങ്ങുകയും ചെയ്യാതെ അവിടുന്ന് കിട്ടുന്നതും തിന്ന് അവിടെ ഇരിക്കണം. അവിടുന്ന് സ്ഥലം മാറുമ്പോൾ മൂത്ത പുള്ളികൾ ചോദിക്കും, ഇനി പോകുന്ന സഭയിൽ എത്ര പേരുണ്ട്? അപ്പൊ ഞാൻ ഇപ്പൊ ഇരിക്കുന്നിടത്ത് 50 ഉണ്ട്, ഇനി പോകുന്നിടത്ത് 55 ഇല്ലെങ്കിൽ അങ്ങോട്ട് പോവില്ല. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഫേക്ക് ഐഡികളുണ്ട്, സ്വന്തം അഡ്രസ്സ് പോലും ഇല്ലാതെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് ഇൻബോക്സിൽ ഒന്ന് പറയാണ് IPC പുറത്താക്കി കളയും, സൂക്ഷിച്ചോ നീന്ന് എന്നോട്. സ്വർഗത്തിൽ പേരൊന്നും വെട്ടത്തില്ലല്ലോ IPC പുറത്താക്കി എന്നാ സ്വർഗത്തിൽ പേരുന്ന. അതുകൊണ്ട് ഓലപ്പാമ്പൊന്നും കാണിച്ച് വിരട്ടി ഒന്നും ചെയ്യരുത്. ദൈവമക്കൾ പ്രതികരിച്ചു തുടങ്ങി. ഇനി ചിലർ പറയുന്നത് ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചത് കണ്ടിട്ട് ഷമീറിന് അസൂയയാണ്, അല്ലെങ്കിൽ ഷമീറിന് ആത്മാവില്ലാത്തതുകൊണ്ടാണെന്ന്. ശരി, ഒരു വാദത്തിന് വേണ്ടി ഷമീറിനെ അങ്ങ് മാറ്റി നിർത്ത്. എന്റെ ടൈം ലൈനിൽ പ്രതികരിച്ച 400ഓളം കമന്റുകൾ കിടപ്പുണ്ട്. അതിൽ ഫേക്ക് ഐഡി ഇല്ല. അതിൽ കമന്റ് ചെയ്തവർക്ക് എല്ലാം സ്വദേശവും വിദേശവും ഇരിക്കുന്ന ജെനുവിനായിട്ടുള്ള ദൈവ കുഞ്ഞുങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവർ ഇത്രയും പേരും അവിടെ പ്രതികരണം രേഖപ്പെടുത്തണമെങ്കിൽ ദൈവവചനപ്രകാരം അത് ശുദ്ധ തെറ്റാണെന്നും ശുദ്ധ അബദ്ധമാണെന്നും വൃത്തികേടാണെന്നും അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ കമന്റ് എഴുതിയത്. ഇത്രയും വിശ്വാസ സമൂഹം അവിടെ പ്രതികരിക്കുന്നത് അത് തെറ്റായതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. അല്ലാതെ ഇവരെല്ലാം ഷമീറിന്റെ ഫാൻസ് അസോസിയേഷൻ ഒന്നല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സഹോദരന്മാർ ചോദിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വിശ്വാസികൾ പ്രതികരിക്കണം. ഒന്ന്, ഇങ്ങനെയുള്ള കോമാളിത്തരത്തിനും ഇങ്ങനെ വേഷം കെട്ടാനും നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കത്തില്ല എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കണം. അതിനുള്ള റൈറ്റ് നമുക്കില്ലേ? അതിനൊരു നേതൃത്വത്തിന്റെ അനുവാദം നമുക്ക് വേണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കത്തില്ല
VVS-നെ സാത്താന്റെ വേഷം കെട്ടി ഉണ്ടക്കണ്ണോ ഓടെന്നും പറഞ്ഞ് തുള്ളിച്ച് കോമരം തുള്ളിക്കാനാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ലെന്ന് തീരുമാനിക്കണം. അവരെ വചനം പഠിപ്പിക്ക്, ദൈവവചനം പഠിപ്പിക്ക്. അതിനാണെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ വിടത്തോളം തീരുമാനിക്കണം. അല്ലാതെ തുള്ളിച്ച് കുറെ പേര് ബിസിനസ് ആക്കി നടപ്പുണ്ട് കാശുണ്ടാക്കാൻ. 1, കുഞ്ഞുങ്ങളെ വിടാതിരിക്കുക. 2, ഓരോ കാര്യത്തിനും പിരിവിന് വരുമ്പോൾ ഇത് കൊടുക്കുന്നവർ അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുവാൻ, അതിന്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കുവാൻ കുറഞ്ഞ പക്ഷം നേരിട്ട് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണം. എന്നിട്ട് കൊടുക്കണം. ഇതെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആർക്കുപയോഗപ്പെടുന്നു, അങ്ങനെ ചെയ്യണം. അപ്പൊ പ്രശ്നമില്ലല്ലോ. എന്നിട്ട് ദുരുപദേശകന്മാരെ വേദികളിൽ വിളിച്ച് പ്രസംഗിപ്പിക്കുകയും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ടിനു ജോർജ് എന്ന് പറയുന്ന ആ സഹോദര ബ്രദറിനെ കുറിച്ച് ഞാൻ പല സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ 1-2 കാര്യം, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവിരോധമൊന്നുമില്ല. ഞാൻ പറയുന്ന 1-2 പരാമർശം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ശാപവിമുക്തി ശുശ്രൂഷ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫ്ലെക്സ് വെച്ച് മീറ്റിംഗ് നടത്തി. ഞാൻ അതിനെയാണ് ചോദ്യം ചെയ്തത്. അത് ഏത് ക്രൂശുമരണം കൊണ്ട് അവസാനിക്കാത്ത എന്ത് ശാപമാണ് ഇന്ന് അഴിക്കാനുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1. 2, ഇനി അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്, 100% അദ്ദേഹം വചനപ്രകാരമുള്ള ശുശ്രൂഷയാണ് നയിക്കുന്നത് എങ്കിൽ എനിക്ക് ഈ പ്രസ്ഥാനത്തോടൊരു ചോദ്യം. നമ്മുടെയൊക്കെ സെൻട്രൽ കൺവെൻഷനുകളിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് ലോക്കൽ സഭയിലിരിക്കുന്ന പാസ്റ്റർമാരോട് നേതൃത്വം പറയാണ്, നമ്മുടെ വിശ്വാസികൾ എവിടെ പോകരുത്, ടിനു ജോർജിന്റെ അർജി പോകരുത്. ഇതെന്നാ വിരോധാഭാസ? നമ്മുടെ സെൻട്രൽ കൺവെൻഷനിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചർച്ചിൽ നമ്മുടെ വിശ്വാസികൾ പോകരുതെന്ന്. ഇതൊക്കെ രാഷ്ട്രീയക്കാർ പോലും ചെയ്യാത്ത വെറും ശുദ്ധ ഇരട്ടത്താപ്പ് നയങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ഒട്ടകത്തെ വിഴുങ്ങി കൊതുകിനെ അരിച്ചെടുത്തിട്ട് സത്യം വിളിച്ചു പറയുന്നവരെ പുറത്താക്കണം. ഇങ്ങനെയുള്ളവരെ ഇനി വേദിയിൽ എന്ത് ചെയ്യരുത്, കയറ്റരുത്. അത് ദുരുപദേശം പറയുന്നവരെയും മറ്റ് നിലവാരത്തിലുള്ളവരെയും എല്ലാം കയറ്റാം. പക്ഷെ ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്നവരെ കയറ്റരുത്. പിന്നെ കൊട്ടേഷൻ കൊടുക്കും, ഗുണ്ടകളെ അടുപ്പിക്കും. ഇവിടെ ആ വേലയൊന്നും ഇറക്കണ്ട. അങ്ങനെ കൊടുത്ത് അടുപ്പിച്ച ഉപദേശിമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ആ വേലയൊന്നും നടക്കുകയില്ല. കാരണം ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് 100% ദൈവമാണെന്ന് നല്ല ഉറപ്പുണ്ട്. 100% ഉറപ്പുണ്ട്. കാരണം ഷമീർ കൊല്ലത്തെ പോലെ ഒരാൾ കഴിഞ്ഞ 2 വർഷമായി കടന്നു പോകുന്ന അനുഭവവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും പഠിച്ചാൽ വേറെ ഒരാളാണെങ്കിൽ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്ന് കാണത്തില്ല. അത് എഴുതുന്നവർക്കും അറിയാം. എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത് മസിൽ പവർ കൊണ്ടോ മണി പവർ കൊണ്ടോ ബലം കൊണ്ടൊന്നും അല്ല. 100% വിളിച്ച ദൈവമാണ്, 100% ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവമാണെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ളതോ എതിരെ ഉള്ളതൊക്കെ നടന്നോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷെ ദൈവമക്കൾ, എന്നെ കാണുന്ന ദൈവമക്കൾ വളരെ വളരെ വേദനയോടാണ് ഇത് പറയുന്നത്. ഒരുപാട് വേദനയോടെ. കാരണം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അടുത്തൊരു തലമുറ അവർ ഈ വിശ്വാസ സമൂഹത്തിൽ പഥ്യോപദേശത്തിൽ ദൈവവചനത്തിൽ കൃത്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മത്താപ്പു കത്തിക്കാനും കമ്പിത്തിരി പൊട്ടിക്കാനും സ്റ്റേജിൽ കിടന്ന് ഹായ് ഹൂയി കൂവി വിളിക്കാനും ഓപ്പോട് ഇതൊക്കെയാണോ ദൈവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ദൈവസഭകളിൽ അനുവദിക്കാൻ പാടില്ല. കർശനമായ നിലപാടുകൾ ഈ വിഷയങ്ങളിൽ ദൈവമക്കൾ എടുക്കണം. നേതൃത്വം എടുക്കുകയില്ല. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ പറയുന്ന ലോക്കൽ സഭകളിലെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യുന്നില്ല. പകരം ഈ കസേരയ്ക്ക് വേണ്ടിയുള്ള അടി. ഞാൻ പബ്ലിക്കായി ദൈവമക്കളോട് ചോദിക്കുകയാണ്, എലക്ഷൻ ദൈവികമാണോ, ബിബ്ലിക്കലാണോ? എത്ര പേർക്ക് വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാൻ പറ്റും? ബിബ്ലിക്കലാണോ? ബിബ്ലിക്കൽ അല്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സമുദായം വിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? സമുദായക്കാർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ പെന്തിക്കോസിൽ പോയി, എന്തിനാടാ നീ പെന്തിക്കോസിൽ പോയി? അയ്യോ, വചനപ്രകാരം ദൈവത്തെ ആരാധിക്കണം. ഇത് വചനപ്രകാരമാണോ നടക്കുന്നത്? മത്സരം ആഭിചാരം പോലെ, ശാഠ്യം വിഗ്രഹാരാധന പോലെ എന്ന് വചനം എഴുതിയിരിക്കുമ്പോൾ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്നവർ ആഭിചാരികന്മാരല്ലേ? ആഭിചാരികൾ ദൈവരാജ്യത്ത് പോകുമോ? നിങ്ങൾ വാക്യം വെച്ചുകൊണ്ട് സംസാരിക്കൂ. ആഭിചാരം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുമോ? അങ്ങനെയെങ്കിൽ ഈ കസേരയ്ക്ക് വേണ്ടി അടിക്കുന്ന ഒരുത്തനും പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തക പ്രകാരം എലക്ഷൻ അല്ല, സെലക്ഷനാണ് ചെയ്യേണ്ടത്. ഒരു സെൻട്രൽ 25 പാസ്റ്റർമാരുണ്ടോ? ഉണ്ട്. 25 പേര് ഒരുമിച്ച് ഒരേ മനസ്സോടെ ഏക ആത്മാവിൽ ഏക സ്നേഹത്തിൽ കൈകോർത്ത് പ്രാർത്ഥിക്കണം. 25 പേരുടെയും പേരെഴുതി ചീട്ടിടണം. പ്രാർത്ഥിച്ച് ചീട്ടെടുക്കണം. കറുത്ത് കണ്ണും തള്ളി പല്ലുന്തിയിരിക്കുന്ന കറിയാച്ചൻ ഭാഷ പേരാണ് വീഴുന്നതെങ്കിൽ ഇനിയുള്ള 2 വർഷം റവയും മൈദായും ഒക്കെ കറിയാച്ചന് ഇരിക്കാൻ പറ്റുമെങ്കിൽ അവനാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്.
അല്ലാതെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നവരല്ല. ഇനി കസേര കിട്ടാൻ വേണ്ടി ഇവര് ഓരോരുത്തരും അവനാരോ അവൻ കള്ളനാണ്, അവനെ ജയിപ്പിച്ച ഇങ്ങനാണ്, കൂട്ടു സഹോദരന് വിരോധമായി അവനെ കള്ളനെന്നും അവൻ മോശക്കാരനെന്നും എണ്ണിക്കൊണ്ട് സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ നടക്കുന്ന ഏത് വചനപ്രകാരമാണ്? ഇനി ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഫ്ലെക്സും ബാനറുകളും ഇലക്ഷൻ കഴിയുമ്പോൾ കുമ്പനാട്ട് കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത് ലക്ഷങ്ങളാണ്. ലക്ഷങ്ങളുടെ ഫ്ലെക്സും ബാനറും കൂട്ടിയിട്ട് കത്തിക്കുന്നു. ആരുടെ പണം? കുടുംബത്തിൽ നിന്ന് കുടുംബ സമ്പാദ്യം കൊണ്ടിട്ടാണോ ഈ ഫ്ലെക്സും ബാനറും അടിച്ചിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് കത്തിക്കുന്നത്? എനിക്കും ഒരു ചിന്തയുണ്ടായിരുന്നു, അമേരിക്കയിൽ പോകുന്നവരെ അമേരിക്കക്കാര് ഇവിടുന്ന് ഒരാൾ ബൈ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അമേരിക്കയിലോട്ട് ചെന്നു. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീടും കാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. നമ്മൾ തന്നെ അതിശയിക്കും, ഇവിടെ അമേരിക്കയിലോട്ട് ചെന്ന ഉടനെ വീടും കാറും ഒക്കെ, അയ്യോ ഭയങ്കര സംഭവമാണ് അമേരിക്ക എന്ന്. പക്ഷെ പോയി കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചെന്നപ്പോൾ കണ്ണു നിറഞ്ഞു. കാരണം രാവും പകലും എന്ത് ചെയ്യാണ്? രാവും പകലും അവർ കിടന്ന് അധ്വാനിച്ചിട്ട്, ഭാര്യ ഒരു വശത്ത് ഭർത്താവ് ഒരു വശത്ത്, രാവും പകലും അധ്വാനിച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഈ ലോണൊന്ന് അടച്ചു തീർക്കാൻ പറ്റുന്നത്. അതിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന നന്മയാണ് ഈ സുവിശേഷ വേലയ്ക്കായിട്ട് അവർ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് തരുന്നത്. ഇതെല്ലാം കത്തിച്ചു കളയുകയാണ് ഗ്രൗണ്ടിലിട്ട്. അതുകൊണ്ട് ഗൗരവമായി ദൈവമക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടേ പറ്റുള്ളൂ. ഞങ്ങളെപ്പോലെ ഷമീർ കൊല്ലവും ജോബി ടി അലക്സും അവിടങ്ങളിൽ കിടന്ന് ശബ്ദം ഉയർത്തി ഞങ്ങളെപ്പോലെ ഒരുപാട് ദൈവദാസന്മാര് ഇതൊക്കെ ഓർത്ത് ഹൃദയത്തിൽ വേദനിക്കുന്നവരുണ്ട്. പറയാൻ പേടിയാണ്. ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ദൈവമക്കളാണ് ഇനി പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനവിരുദ്ധമായ അന്യായങ്ങൾ, അങ്ങനെയാണെങ്കിൽ സമുദായത്തിൽ എത്രയോ ഭേദമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കത്തോലിക്കരും മർത്തോമക്കാരും നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ കാണും. നിത്യത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സഹിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. ചിലർ ചോദിക്കും, എന്താ പിന്നെ വിട്ടേച്ചു പോക്കൂടെ? പോകത്തില്ല. കാരണം എന്താ വിട്ടേച്ചു പോകാത്തത്? നിത്യതയുണ്ട്. നിത്യത എന്നുള്ളൊരു കൺസെപ്റ്റ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നുപോയി. അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചുപോയി. നമ്മളത് മനസ്സിലാക്കിപ്പോയി. അതുകൊണ്ട് ഇനി ജീവൻ പോയാലും കർത്താവിനെ വിട്ടിട്ട് നമുക്ക് മറ്റൊരു ദൈവമില്ല. ഇത് വിട്ടിട്ടൊരു വഴിയുമില്ല. പിന്നെ എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ശക്തമായി പ്രതികരിക്കുക. കൃത്യമായ നേതൃസ്ഥാനത്തേക്ക് പഥ്യോപദേശത്തിന് വേണ്ടി എന്ത് വില കൊടുത്ത് നിലനിൽക്കുന്നവർ നേതൃസ്ഥാനങ്ങളിൽ വരണം. കൃത്യമായ നിലപാടുകൾ ദൈവസഭയിൽ തീരുമാനമാക്കണം. ഒരു ബിൽഡിങ്ങിന് ഇത്ര രൂപ വേണമെന്ന് വെച്ച് ലോക്കൽ സഭയിലേക്ക് കത്തുകൾ അയക്കുന്നത് പോലെ ഇന്ന വിഷയത്തിലും സഭ ഇന്ന നിലപാടെടുത്തിരിക്കണമെന്ന് കൃത്യമായ കത്തുകൾ നേതൃസ്ഥാനത്തുനിന്ന് പുറപ്പെടണം. അത് അനുസരിക്കുന്നുണ്ടോ എന്ന് സർവേ നടത്തണം. ഓരോ ലോക്കൽ സഭയിലും ദൈവ കുഞ്ഞുങ്ങളും ദൈവദാസന്മാരും അനുഭവിക്കുന്ന കഷ്ടവും ദുരിതവും എന്താണെന്ന് സർവേ നടത്തണം. അതെല്ലാം നടത്തി കൃത്യമായ നിലപാടിൽ ഈ ദൈവസഭ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവസഭ മാറുകയുള്ളൂ. അതുകൊണ്ട് വളരെ വളരെ നിറഞ്ഞ സ്നേഹത്തോടും അതീവ വേദനയോടും കൂടെ ഞാൻ ഈ ലൈവ് ദൈവമക്കളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ ഉണർന്ന് സംസാരിക്കണം, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവസഭകൾ മാറണം. ദൈവസഭ സംഘടനകളായി മാറിയതാണ് ഇത്രയും വലിയ അപകടത്തിന്റെ കാരണം. അതുകൊണ്ട് ദൈവമക്കൾ ഉണർന്ന് പ്രവർത്തിക്കണം. ശക്തമായ തീരുമാനങ്ങൾ ഇതിനകത്തുണ്ടാകണം. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ, വൃത്തികേടുകൾ ദൈവസഭയ്ക്കകത്ത് അനുവദിക്കാൻ ഒരു കാരണവശാലും പാടില്ല. അതിനായി ദൈവമക്കളെല്ലാം ഉണരണം. നിങ്ങൾ പ്രതികരിക്കണം, പ്രവർത്തിക്കണം. ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്കറിയാം. അമേരിക്കയിലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവര് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ചെയ്യണം, ഇനിയും ചെയ്യണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. കൃത്യമായ നിലപാടുകൾ നിങ്ങൾ എടുത്തിരിക്കണം ഈ വിഷയങ്ങൾ. ഞാൻ വേദനയോടെ പറയാം, ഇല്ലെങ്കിൽ അടുത്തൊരു തലമുറ ഈ പുസ്തകം പിടിക്കാൻ, ഇപ്പോൾ നമ്മൾ ഇത്രയും ആയിട്ട് പോലും കയ്യിൽ ബൈബിള് കൊണ്ട് നടക്കാൻ നാണക്കേടുള്ളവരാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ. അതിന് ഒരു പരിധിവരെ കാരണം പ്രസംഗിക്കുന്നവർക്കും ഇപ്പം ഈ തോണ്ടുന്ന സാധനം വെച്ചാ പ്രസംഗിക്കുന്നത്, അവർക്കും പുസ്തകം അലർജിയാണ്. അതുകൊണ്ട് ആ ഒരു അത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ഇപ്പോൾ അനുകരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുകരിക്കുകയാണ്, ഫോളോ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയാതെ, രാവും പകലും കഷ്ടപ്പെടുന്നത് ഒരു തലമുറയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവർ ദൈവവചനത്തിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഉണ്ടാക്കിയതുകൊണ്ടും സമ്പാദിച്ചുകൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന് മാതാപിതാക്കൾ ദയവായി ചിന്തിക്കണം. പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. നിങ്ങൾ ചിന്തിക്കണം. അവരെ ദൈവവചനത്തിനു വേണ്ടി നിലനിർത്തണം. അന്ത്യകാലമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് യേശുവാണ് വെളിപ്പെടുത്തി തന്നത്, യേശുവാണ് ഞങ്ങളോട് ഇടപെട്ടത്, ഞങ്ങൾ ദൈവാത്മാവിലാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, യേശു നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് വചനപ്രകാരം നിങ്ങൾക്കുള്ള തെളിവെന്താ? ഞാനൊരു തെളിവ് പറയട്ടെ. കർത്താവ് പറഞ്ഞ തെളിവ് പറയട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരല്ലായക കൊണ്ടും ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടും ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കും. യേശുവിന്റെ തെരഞ്ഞെടുപ്പിൽ സഹോദര താങ്കൾ ഉണ്ടെങ്കിൽ യേശു പറയുന്നു ലോകം നിങ്ങളെ പകയ്ക്കും. യേശുവിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ? ഉറപ്പുണ്ടോ? ലോകം പകയ്ക്കുന്നുണ്ടോ? എങ്കിൽ യേശുവിന്റെ തെരഞ്ഞെടുപ്പിൽ താങ്കളുണ്ട്. ലോകം ഷമീറിനെ പകയ്ക്കുന്നെങ്കിൽ, ഉപദ്രവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ യേശുവിന്റെ ലിസ്റ്റിലുണ്ട്, കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിലുണ്ട്. അതാണ് ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഒരു കഷ്ടമില്ല, ഈ ആടി തിമിർക്കുന്നത് കൊണ്ട് യേശു എന്റെ കൂടെ ഉണ്ടെന്ന് പറയരുത്. കർത്താവ് നിമിത്തം, സുവിശേഷ നിമിത്തം ലോകത്തിൽ ദൈവ കുഞ്ഞുങ്ങൾക്ക് പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്. ആ അനുഭവത്തിലൂടെയാണ് പിതാക്കന്മാർ പോയത്. പച്ചമരത്തോട് അങ്ങനെയായിരുന്നെങ്കിൽ ഉണക്കമരത്തോട് എത്ര അധികം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ ഓർപ്പിക്കുന്നു, ഇനിയും നാം ഉണർന്നില്ലെങ്കിൽ, ഇനിയും ചത്തവരെ പോലെ ഇരിക്കാതെ, പൗലോസ് പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാ, ജാതികളോട് പറഞ്ഞല്ല. ഇനിയും നീ ചത്ത പോലെ ഇരിക്കാതെ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കണമെങ്കിൽ എഴുന്നേൽക്കുക, പ്രതികരിക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അടുത്തൊരു സമൂഹം കർത്താവിന് വേണ്ടി പ്രാണനെ കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. നിങ്ങൾ വിചാരിക്കുക സാധ്യമാണോ എന്ന്? നിങ്ങൾ ഈ ലൈവ് കാണുന്ന ജോബി ടി അലക്സ് പാസ്റ്ററുണ്ട്, മറ്റ് ഉപദേശത്തിൽ നിൽക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ ഇത് കാണുന്നുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കേ, ഇയാൾ പറയുന്നത് സത്യമാണോ? അവർ പറയും. അവരൊക്കെ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് വണ്ടി വിളിച്ചു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന, കൂടെ നിൽക്കണം, ഞങ്ങളുണ്ട് അച്ചാച്ച എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപറ്റ യൗവനക്കാരുണ്ട് ഉപദേശത്തിന് വേണ്ടി. അവരാരും ഫാൻസ് അസോസിയേഷൻ അല്ല, അവർ ഉപദേശത്തിന് വേണ്ടി വരുന്ന ഒരു കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. നാം അതിന് തയ്യാറാകണം. ദൈവവചനം വിട്ടുള്ള ഒരു കളിയും ദൈവസഭയ്ക്കകത്ത് നടപ്പാൻ അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ അവസാനിപ്പിക്കണം. അതിനായിട്ട് ദൈവമക്കൾ പ്രതികരിക്കണം. കാരണം ഇനി നേതൃത്വങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പല വിഷയങ്ങളിലും പ്രതികരിച്ചതുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇനി നേതൃത്വത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവനുണ്ടെങ്കിലും ശവങ്ങളെ പോലെ ഇരിക്കുന്ന കാര്യമായ വിഷയത്തിന് പ്രതികരിക്കാതെ എല്ലാ കോമാളിത്തരങ്ങളും അനുവദിച്ചും കൊടുത്തും കൊണ്ട്, മൗനസമ്മതം നടത്തിക്കൊണ്ട്, കണ്ണടച്ചും കൊണ്ട്, അന്ധന്മാരായിരുന്നു കൊണ്ട്, ഒട്ടകത്തെ വിഴുങ്ങി കൊതുകിനെ അരിച്ചെടുക്കുന്ന നിലവാരം പുലർത്തുന്ന ഒരുത്തനോടും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമക്കൾ ഈ വിഷയത്തിൽ ഉണരണം, പ്രതികരിക്കണം. നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രാണനെ തന്നവനോട് സ്നേഹമുണ്ടെങ്കിൽ, രക്തമൊഴുക്കിയവനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ജീവനെ തന്നവനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, തിരുവചനത്തോട് അല്പമെങ്കിലും കൂറും നീതി നിങ്ങൾ പുലർത്തുന്നെങ്കിൽ ഈ വിഷയത്തിൽ ദൈവമക്കൾ ഇടപെടണം. ദൈവമക്കൾ ഇടപെട്ടേ മതിയാകൂ. ഇനി ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ലൈവ് കുറച്ചു പേർക്കെങ്കിലും അതിനായി ഹൃദയത്തിൽ കർത്താവ് ഒരു പ്രകാശനം തരുവാൻ പ്രയോജനമാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല നാളേക്കായി ഈ ശബ്ദം നിങ്ങൾക്ക് കൈമാറുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. സുവിശേഷ വയലിൽ വീണ്ടും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ പരസ്യവും കേരളക്കരയിലുടനീളം. ഇപ്പൊ ചിലർ ചോദിക്കും, കേരളത്തിൽ മാത്രമേ സുവിശേഷം ഇനി കേരളത്തിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. യാത്ര ചെയ്യുന്ന ഞങ്ങളോട് നിങ്ങൾ ചോദിക്കും, അല്ലെ ഞങ്ങളുടെ കൂടെ വാ, കൊണ്ടുപോയി കാണിച്ചു തരാം. കേരളത്തിനകത്ത് സുവിശേഷം ഇന്നും എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് വരെ ഒരു ലോക്കൽ സഭയില്ലാത്ത സ്ഥലങ്ങളുണ്ടെന്നറിയാമോ? അത് യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. ഇന്നും ഒരു സഭയില്ലാത്ത സ്ഥലമുണ്ട്. എന്താ? എല്ലാവരും തിരുവല്ലയുടെ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. ഇനി കുമ്പനാട്ട് ഒരു ചർച്ചിനും കൂടെ സ്ഥലം ഉണ്ടോയെന്നറിയാൻ. അതാകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, പ്രതികരിക്കുക, ദൈവവചനത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കുക. ഇനിയുള്ള ചിലർ പറയുന്ന പോലെ അടുത്ത മാസം നിങ്ങൾ ഇന്ന് വരെ കണ്ടതുപോലെയല്ല, അടുത്തതൊരു ഉണർവിന്റെ ഇതൊന്നും അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി സ്വന്തം പ്രാണം പോലും നഷ്ടപ്പെടാനുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത്. തിരുവചനത്തിൽ ഞാൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ അടയാളത്തിലുണ്ട്. അന്നാളിൽ അവർ നിങ്ങളെ പള്ളികളിൽ കയറി തല്ലും, ഉപദ്രവിക്കും, കൊല്ലാനേൽപ്പിക്കും. സംഭവിക്കണ്ടേ? ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞു. വരണമെങ്കിൽ ഇത് സംഭവിക്കണ്ടേ? ഇനിയുള്ള ഓരോ ദിവസവും കർത്താവിന് വേണ്ടി പ്രാണം പോലും വിടാൻ തയ്യാറാകേണ്ട ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കുക, അതിന് തയ്യാറാകുന്ന ഒരു ജനക്കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുക.
അതിനായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എന്നെ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുക, പ്ലീസ്, ദയവായി. ഇതൊരു അപേക്ഷയാണ്. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. എന്നെ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.